ചെറുവത്തൂരിൽ ഒരു ദിവസം മാത്രം പ്രവർത്തിച്ച് അടച്ചുപൂട്ടിയ കൺസ്യൂമർ ഫെഡ് മദ്യവിൽപ്പനശാല ചീമേനി ടൗണിലെ പുതിയ കെട്ടിടത്തിൽ തുറന്നു. വെള്ളിയാഴ്ച രാവിലെയാണ് പൊടുന്നനെ മദ്യവിൽപ്പന ചീമേനിയിൽ ആരംഭിച്ചത്. കൺസ്യൂമർ ഫെഡിന്റെ നിയന്ത്രണത്തിൽ ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ പ്രവർത്തിച്ച വിദേശ മദ്യവിൽപ്പനശാലയെ നാട്ടുകാരിൽ ഒരു വിഭാഗം എതിർത്ത് രംഗത്തു വന്നിരുന്നു. ചുമട്ടുതൊഴിലാളികളും വ്യാപാരികളും മറ്റും അനുകൂല നിലപാട് സ്വീകരിച്ചതോടെ CPM പ്രശ്നത്തിൽ ഇടപെട്ടിരുന്നു. രമ്യമായി പരിഹരിക്കാനാവാതെ വന്നതോടെ വിൽപ്പനശാല അടച്ചിടുകയായിരുന്നു. പ്രവർത്തനം തുടങ്ങിയ മദ്യവിൽപ്പനശാല ഒറ്റ ദിവസം കൊണ്ട് അടച്ചുപൂട്ടിയതിൽ പ്രതിഷേധവും പ്രദേശത്ത് വിവിധ സംഘടനകൾ നടത്തിയിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ചെറുവത്തൂർ ഏരിയയിൽ പ്രധാന ചർച്ചാ വിഷയമായിരുന്നു കൺസ്യൂമർ ഫെഡ് മദ്യവിൽപ്പനശാല. വെള്ളിയാഴ്ച രാവിലെ ചീമേനി കയ്യൂർ റോഡ് ജംഗ്ഷനിൽ ഒരു മുന്നറിയിപ്പുമില്ലാതെയാണ് അധികൃതർ മദ്യവിൽപ്പനശാല തുറന്നത്. ചീമേനി ടൗണിൽ മദ്യവിൽപ്പനശാല തുറക്കുന്നതിനെതിരെ പ്രദേശവാസികൾ കർമ്മസമിതി രൂപീകരിച്ച് 6 മാസത്തോളമായി സമരം നടത്തി വരികയായിരുന്നു. അതേസമയം ടൗണിലെ ഒരു ആരാധനാലയത്തിൽ നിന്നും വേണ്ട അകലം പാലിച്ചല്ല വിദേശ മദ്യശാല തുറന്നതെന്ന ആക്ഷേപവുമായി കർമ്മസമിതി ഭാരവാഹികൾ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കണ്ണൂരിൽ തന്നെ ഇത്രയും വിശാലമായ ഒരു പാർട്ടി മറ്റ് വിദേശ മദ്യഷോപ്പിൽ സർക്കാരിൻ്റെ വിദേശ മദ്യഷോപ്പിൽ ഉണ്ടാകും തോന്നുന്നില്ല. അത്രയും നല്ല പാർക്കിംഗ് സൗകര്യമാണ്. സർക്കാർ പറയുന്ന എല്ലാ ആളുകളും പാലിച്ചുകൊണ്ടാണ് ഈ സ്ഥാപനം തുടങ്ങിയത്. അപ്പോൾ എല്ലാവരും നാട്ടുകാരുടെ സഹകരണം വേണം. കാരണം സർക്കാരിൻ്റെ ഒരു നയം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് തുടങ്ങിയത്. ജനങ്ങൾ മൊത്തം സപ്പോർട്ടാണ്. ഇപ്പോൾ തുടങ്ങിയപ്പോൾ തന്നെ വരുന്നവരൊക്കെ വളരെ നല്ല രീതിയിലാണ് ഈ സ്ഥാപനത്തെ സ്വാഗതം ചെയ്തത്. നിയമങ്ങളും നിബന്ധനകളും കർശനമായി പാലിച്ചാണ് കൺസ്യൂമർ ഫെഡ് മദ്യവിൽപ്പനശാല തുറന്നിട്ടുള്ളതെന്നും ജനങ്ങളിൽ നിന്ന് നല്ല പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളതെന്നും അധികൃതർ പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.